ഫ്ലൈവീലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സൂര്യ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജാപ്പനീസ് ഓട്ടോ ജയൻസ് ആയ ടൊയോട്ട വൺ ഓഫ് ദ ലാർജസ്റ്റ് കാർ മാനുഫാക്ചറേഴ്സ് ഇൻ ദ വേൾഡ് ആണ്. ടൊയോട്ടയുടെ ലക്ഷറി ബ്രാൻഡായ ലെക്സസിന്റെ ഒരു ഫുൾ സൈസ് SUV ആയ LX 570യുടെ ടെസ്റ്റ് ഡ്രൈവ് ആണ് ഇന്നത്തെ ഫ്ലൈവീലിൽ നിങ്ങൾക്കായി. ടൊയോട്ട വൺ ഓഫ് ദ ലാർജസ്റ്റ് ഓട്ടോമേക്കർ ഇൻ ദ വേൾഡ്. അവരുടെ ലക്ഷറി ബ്രാൻഡാണ് ലെക്സസ്. അങ്ങനെയുള്ള ലെക്സസിന്റെ ഒരു പ്രീമിയം SUV ആയ ലെക്സസ് LX 570 ആണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്കായി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ടൊയോട്ട ലാൻഡ് ക്രൂസറിന്റെ ഒരു വേരിയന്റിൽ നിന്നാണ് ഈ LX 570 ഉത്ഭവിച്ചിട്ടുള്ളത്. ടൊയോട്ടയുടെ അങ്ങനെ തന്നെ വേറെ വ്യത്യസ്ത മോഡലുകളുടെ ഒരു ലക്ഷറി പ്രീമിയം ബ്രാൻഡ് എന്ന രീതിയിൽ ലെക്സസിന്റെ വേർഷൻസ് വരാറുണ്ട്. എന്നാൽ ലാൻഡ് ക്രൂസറിൽ വന്നിട്ടുള്ള ഒരു വേരിയന്റ് ആണ് ഈ LX 570. പക്ഷേ കാര്യമായ ഡിസൈനിൽ മാറ്റം വന്നിട്ടുള്ള ഇതിന്റെ ഫ്രണ്ടും റിയർ എൻഡിലുമാണ്. അതാണ് ലെക്സസ് ആയിട്ടുള്ള ഒരു ഡിഫറൻസിയേഷൻ എന്നുള്ളത്. ബാക്കിയെല്ലാം തന്നെ ഇറ്റ്സ് ഫുള്ളി ടൊയോട്ടയുടെ ഒരു ഫ്രെയിമും സ്ട്രക്ചറും എല്ലാം തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ഡിഫറൻസ് വരുന്നത് ഇതിന്റെ എഞ്ചിനിലാണ്. അതിന്റെ മുന്നേ നമുക്ക് ഇതിന്റെ ഫേസിയൽ വന്നിട്ടുള്ള മാറ്റത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. നോർമലി ടൊയോട്ട ലാൻഡ് ക്രൂസറിൽ വന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഹെഡ്ലൈറ്റും ഗ്രില്ലാണ് ലെക്സസിൽ വന്നിട്ടുള്ളത്. ലെക്സസിന്റെ ഇന്നത്തെ ടോപ്പ് ആൻഡ് സിഡാൻ ആയ LS 460യുടെ സിമിലർ ആയിട്ടുള്ള ഒരു ഫേസിയാണ് LX 570യിലുള്ളത്. കാരണം ഗ്രില്ലെല്ലാം തന്നെ ഒരു വി ഷേപ്പ് സ്മൈലിംഗ് ആയിട്ടുള്ള ഒരു ഗ്രില്ലും അതിനുള്ള വെർട്ടിക്കൽ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സ്ലാക്ക് ടൈപ്പ് ഓഫ് ക്രോം ഗ്രില്ലുമാണ് വന്നിട്ടുള്ളത്. അതിന് സെൻട്രലായിട്ട് ലെക്സസിന്റെ ലോഗോ വന്നിട്ടുണ്ട്. അതിനോട് ചേർന്ന് ഒരു കോർണിംഗ് അല്ലെങ്കിൽ ഒരു ഷാർപ്പ് കട്ടിംഗ് ഉള്ള ഒരു ഹെഡ്ലൈറ്റ് ക്ലിയർ ലെൻസ് ഹെഡ്ലൈറ്റ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അതിൽ ബൈസനോൺ ഡൂമും ഉണ്ട്. പിന്നെ ഒരു ഹലോജൻ അതായത് ഹൈ ബീം ഒരു ഡൂമും നമുക്ക് കാണാം. അതിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ബമ്പറിന്റെ ഒരു ഷേപ്പും പിന്നെ കട്ടിങ്സ് എല്ലാം ഈ ലാൻഡ് ക്രൂസറിനും ലെക്സസ് ആയിട്ടുള്ള ഡിഫറൻസ്. ഇതിന് വന്നിരിക്കുന്നത് തന്നെ ഒരു കാറിഷ് ടൈപ്പ് ഓഫ് കട്ടിങ്സ് ആണ് ബമ്പറിൽ വന്നിട്ടുള്ളത്. കാരണം ഗ്രില്ലിനോട് ചേർന്നിട്ടുള്ള ഒരു കട്ടിങ്ങും പിന്നെ അതിന്റെ താഴെയായിട്ട് ഒരു എയർ വെന്റും ഉണ്ട്. അതിനോട് ചേർന്നിട്ട് ഒരു ചെറിയൊരു എയർ വെന്റും അതിൽ തന്നെ ഫോഗ് ലാമ്പും ഇൻസ്റ്റോൾ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഇത്രയാണ് ഇതിന്റെ ഫേസിയൽ വന്നിട്ടുള്ള ഡിഫറൻസ്. പിന്നെ വന്നിരിക്കുന്ന കട്ടിങ്സ് എല്ലാം തന്നെ ബോണറ്റിന് സിമിലർ ആയിട്ട് ലാൻഡ് ക്രൂസിന് സിമിലർ ആയിട്ടുള്ള ഒരു കട്ടിംഗ് ആണ്. എന്നാൽ സൈഡിലെ പ്രൊഫൈലിൽ കുറച്ചൊരു മാറ്റം നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. കാരണം സൈഡിൽ ലാൻഡ് ക്രൂസറിൽ വന്നിരുന്ന ഒരു വീലാച്ച് ടൈപ്പ് ഓഫ് ഒരു ഡിസൈൻ ആണെങ്കിൽ ഈ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഒരു സ്ട്രൈറ്റ് ബോഡി ലൈനാണ്. ആ ബോഡി ലൈൻ ഫ്രണ്ടോടുകൂടി തന്നെ ഡിസോൾവ് ചെയ്തിട്ട് പിന്നെ ഡോറിൽ വേറെ തന്നെ ഒരു ഷോൾഡർ ലൈനാണ് വരുന്നത്. ബാക്കി മൊത്തം ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആണ് ഇതിൽ ഫോളോ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന്റെ ശേഷം വരുന്നത് സൈഡ് പ്രൊഫൈലിൽ ഡോസിൽ താഴെ കൊടുത്തിരിക്കുന്ന ക്രോം ബീഡിങ്ങും പിന്നെ സ്റ്റെപ്സും ആണ്. ബാക്കി ഇതിന്റെ ആ ഒരു ബേസിക് ഷേപ്പ് ലാൻഡ് ക്രൂസറിനായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഉള്ളത്. പിന്നെ വലിയൊരു സൈഡ് മിറേഴ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ റിയർ എൻഡിന്റെ ഫ്രണ്ടിൽ അതായത് സൈഡിലെ റിയർ ഫ്രണ്ടിൽ എത്തുമ്പോഴാണ് പിന്നെ ഒരു ഡിഫറൻസ് നമുക്ക് കാണുന്നത്. അതിലും ഈ ഒരു ചെറിയൊരു ബോഡി കട്ടിങ്സ് വന്നതിലാണ് ചെറിയ ഡിഫറൻസ് ലാൻഡ് ക്രൂസർ ആയിട്ട് വരുന്നത്. മൊത്തത്തിൽ ഇതിന്റെ ഒരു ക്ലീൻ ആൻഡ് ഒരു അരിസ്റ്റോക്രാറ്റിക് ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ് ഈ ലെക്സസിൽ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന ക്യാമറാസും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. കാരണം ഗ്രില്ലിന്റെ ലെക്സസിന്റെ ലോഗോന്റെ താഴെയായിട്ട് ചെറിയൊരു ക്യാമറ ഫ്രണ്ടിലും പിന്നെ സൈഡ് മിറേഴ്സിന് താഴെയായിട്ട് 2 ക്യാമറാസും 2 സൈഡിലുണ്ട്. പിന്നെ റിയർ ക്യാമറയാണ് പിന്നുള്ളത്. ഇത്രയുമാണ് ലെക്സസിന്റെ ബോഡി മറ്റേ ഫ്രണ്ടിന്റെയും സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. റിയർ എൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും ലെക്സസിൽ നേരത്തെ ലാൻഡ് ക്രൂസറിനായിട്ടുള്ള ഡിഫറൻസ് ചെറുങ്ങനെ കാണാൻ പറ്റും. ടെയിൽ ലൈറ്റിലാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് വന്നിട്ടുള്ളത്. അതിന്റെ പുറമെയുള്ള ഡിഫറൻസ് ഇതിന്റെ ലോഗോയിലാണ് വന്നിട്ടുള്ളത്. കാരണം ടൊയോട്ടയുടെ ലോഗോ ആണ് ലാൻഡ് ക്രൂസറിൽ വന്നെങ്കിൽ ഇതിൽ ലെക്സസിന്റെ ലോഗോ ആണുള്ളത്. എന്നാൽ ഇതിലൊരു അട്രാക്ഷൻ എനിക്ക് തോന്നിയിട്ടുള്ള ഇതിന്റെ സ്പ്ലിറ്റ് ആയിട്ടുള്ള ബൂട്ട് ലിഡ് ആണ്. ഇത് 2 രീതിയിൽ തുറക്കാൻ പറ്റും. നമുക്ക് നേരത്തെ റേഞ്ച് റോവറിലും മറ്റെല്ലാം കണ്ട രീതിയിലും ഇതിങ്ങനെ മേലേക്ക് തുറക്കാനും പിന്നെ രണ്ടാമത്തെ ഡോറ് ഇങ്ങനെ താഴേക്ക് തുറന്നു കഴിഞ്ഞാൽ വളരെയധികം ബൂട്ട് ഒരു ആക്സസിബിലിറ്റിയാണ് കിട്ടുന്നത്.
അതിന് പുറമെ കുറച്ച് വലിയ ലഗേജും എല്ലാം കയറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാവുന്ന സ്ട്രെങ്ത് ഉള്ള ഒരു ഐറ്റമാണ് ഈ താഴത്തുള്ള ഡോറ്. LX570 തേർഡ് റോ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യണമെങ്കിൽ പാർട്ട്ലി മാനുവലിയും പാർട്ട്ലി ഇലക്ട്രിക്കലും ചെയ്യുന്ന രീതിയിലുള്ളത്. ഇതിന്റെ ഇപ്പം ഹെഡ് റെസ്റ്റ് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് അഡ്രസ് ഫോൾഡ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് ഫുള്ളും നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് റേസ് ചെയ്യണമെങ്കിലും ഒരു ഇവിടെ ബട്ടണിലെ സഹായത്തിൽ നമുക്ക് റേസ് ചെയ്താൽ ബൂട്ടിന് അത്രയും സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ ബൂട്ടിന്റെ ഒരു അറേഞ്ച്മെന്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ തേർഡ് റോ സീറ്റ് ഉപയോഗിക്കാത്തത് ഫോൾഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് വലിയൊരു ബൂട്ട് സ്പേസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് താഴത്തെ മാനുവലി അടിച്ചു കഴിഞ്ഞിട്ട് മേലത്തെ തന്നെ നമുക്ക് ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അടിയുന്ന രീതിയിലാണ് ഉള്ളത്. മൊത്തത്തിൽ ഈ ഒരു റിയർ എൻഡും കൂടി കൂടുമ്പോൾ ലാൻഡ് ക്രൂസറിൽ നിന്നൊരു ഡിഫറെന്റ് ഐഡന്റിറ്റിയാണ് ലെക്സസ് LS570 വന്നിട്ടുള്ളത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സെമി ഡെസേർട്ട് ടയേഴ്സ് ആണ്. കാരണം കൂടുതൽ ഓൺ റോഡ് പെർഫോമൻസ് കിട്ടുന്ന രീതിയിലും ഉള്ളൊരു പെർഫോമൻസ് കിട്ടുന്ന രീതിയിലുള്ള ടയറാണ്. എന്നാൽ ഓഫ് റോഡ് പോകുമ്പോൾ, കാരണം ഏത് ടൈമിലും ഇവിടുത്തെ വെഹിക്കിൾസ് എല്ലാം ഓഫ് റോഡിൽ പോകാറുണ്ട്, എസ്പെഷ്യലി ഓൺ ഡെസേർട്ട്സ്. അതിന് പറ്റുന്ന രീതിയിലുള്ളൊരു ടയറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് 265, 860 റേഡിയൽ ടയേഴ്സ് ആണ്, ട്യൂബ്ലെസ് റേഡിയൽ ടയേഴ്സ് ആണ്. 4 ഒരേ ടയേഴ്സ് തന്നെ വന്നിട്ടുള്ളത്. പിന്നെ ഒരു ഡിഫറൻസ് ഉള്ളത് ഇതിൽ കൂടുതലും ഇവിടെ ഞാൻ വേറൊരു കണ്ടത് എന്താ വെച്ചാൽ ഡെസേർട്ടിൽ മാത്രം യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് കൂടുതൽ ഡെസേർട്ടിൽ അതിന് വേറെ തന്നെ ത്രെഡ് ആയിട്ടുള്ള ടയേഴ്സ് വരുന്നുണ്ട്. കാരണം നമ്മളിപ്പം ഇതിൽ നമുക്കറിയാം ഡെസേർട്ടിൽ പോകുമ്പോൾ നമ്മൾ കാറ്റ് റെഡ്യൂസ് ചെയ്ത് പകുതിയിൽ 1/3 തന്നെ ചിലപ്പോൾ കുറയ്ക്കാറുണ്ട്. ആ കേസിൽ കൂടുതൽ ഗ്രിപ്പ് കിട്ടുന്ന ഇത്രയും ത്രെഡ് എല്ലാം ഇങ്ങോട്ട് നിൽക്കുന്ന രീതിയിലുള്ള ടയേഴ്സും ഞാനിവിടെ കണ്ടു. ബട്ട് നമ്മൾ നോർമലി കമ്പനി വരുന്ന വെർഷനിൽ വരുന്നത് സ്റ്റാൻഡേർഡ് വീൽസ് ആണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്.